നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് പ്രത്യക്ഷ ശക്തിയായും ആധാരമായും നിലകൊള്ളുന്ന സൂര്യഭഗവാനെ നിത്യവും ഭജിക്കുന്നതിനായുള്ള ഒരു മന്ത്രവും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുമാണ് ഇന്ന് പറയുന്നത്. അതിനു മുൻപ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നവഗ്രഹങ്ങളിൽ പ്രധാനിയായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് ഒരുപാട് മേന്മകൾ ഉണ്ടാകുന്നു. രാവിലെ ഉണർന്ന സൂര്യഭഗവാനെ നോക്കി ഈ മന്ത്രം ചൊല്ലി തൊഴുന്നതിലൂടെ നെഗറ്റീവ് എനർജികളെല്ലാം മാറി നല്ല പോസിറ്റീവായ ഒരു മനസ്സ് ലഭിക്കുകയും അതുവഴി ആ ദിവസം തന്നെ നല്ലതായിരിക്കാൻ കാരണമാകുകയും ചെയ്യുന്നു. കൂടാതെ നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതായത് ഭയം, പരാജയഭീതി, ആശങ്ക, ഉത്കണ്ഠ, മടി, അലസത അങ്ങനെയുള്ള എല്ലാത്തിനെയും മാറ്റി നമുക്ക് ഊർജം പകരുകയും അതുവഴി ജീവിത വിജയം നേടാനാവുകയും ചെയ്യും. ഇതുകൂടാതെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കൂടുതൽ കരുത്തോടെ പുറത്തേക്ക് വരും. വിദ്യാർത്ഥികൾ നിത്യവും ഇപ്രകാരം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, തേജസ് തുടങ്ങിയവ വർദ്ധിക്കുന്നു. ഇതുകൂടാതെ സൂര്യമന്ത്രങ്ങൾ നേത്രരോഗം, ത്വക്ക് രോഗം എന്നിവ ശമിപ്പിക്കുന്നതിനും ഫലം നൽകുന്നു. ആഗ്രഹ സാഫല്യത്തിനായും ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിലോ സൂര്യോദയ സമയത്ത് സൂര്യഭഗവാനെ നോക്കി തൊഴുതോ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. 9, 21, 36, 54, 108 എന്നിങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ തിരഞ്ഞെടുത്ത് ജപിക്കുക. മന്ത്രം ഇതാണ്: സൂര്യഗായത്രി മന്ത്രം. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാത്. ഈ മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് ചുറ്റും ഒരു രക്ഷാകവചമായി ഇത് പ്രവർത്തിക്കുന്നു. ഏതൊരു വിധത്തിലുള്ള നെഗറ്റിവിറ്റിയും നമ്മെ ബാധിക്കാതെ ജീവിതത്തിൽ മുന്നേറുവാനുള്ള ശക്തി നൽകി അനുഗ്രഹിക്കുന്നു.